നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം. 10ാം ക്ലാസ് ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്തിയത് MS സൊല്യൂഷൻസ് തന്നെയാണെന്ന് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. സ്ഥാപനത്തിന്റെ CEO ഷുഹൈബിനെതിരെ പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തിട്ടുണ്ട്. തട്ടിപ്പുൾപ്പെടെ 7 വകുപ്പുകൾ ചുമത്തിയാണ് FIR. ഓൺലൈൻ ക്ലാസ്സിനിടെ അശ്ലീല പരാമർശം നടത്തിയെന്ന AYFന്റെ പരാതിയിലും MS സൊല്യൂഷൻസിനെതിരെ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സാനിയ മനോമി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സാനിയ മനോമി, ചോദ്യമുനയിലാണ് ഇപ്പോൾ MS സൊല്യൂഷൻസ് മാത്രമല്ല മറ്റു ചില സ്ഥാപനങ്ങളെ കൂടി അന്വേഷണ സംഘം പരിധിയിൽ കൊണ്ടുവരണം എന്നാണ് KSUവിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ ആവശ്യം. ഇപ്പോൾ അന്വേഷണം തുടങ്ങുന്ന ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനങ്ങൾ എന്തൊക്കെയാണ്? സാനിയ മനോമി. അരുൺകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട നിഗമനം എന്ന് പറയുന്നത് MS സൊല്യൂഷൻസ് ചോദ്യപേപ്പർ ചോർത്തി എന്നുള്ളത് തന്നെയാണ്. അത് ഏറ്റവും ഗൗരവതരമായ ഒരു കാര്യം കൂടിയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരോപണം ശരിയായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇത് ഉൾപ്പെടെ 7 വകുപ്പുകൾ ചേർത്താണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ MS സൊല്യൂഷൻസിനെതിരെ FIR ഇട്ടിരിക്കുന്നത്. വഞ്ചന, തട്ടിപ്പ് തുടങ്ങിയ വകുപ്പുകളൊക്കെയും അതിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ക്രൈംബ്രാഞ്ച് ഏതെങ്കിലും വ്യക്തികളെ പ്രതിപട്ടികയിൽ ചേർത്തിട്ടില്ല ഈ അവസരത്തിൽ. അതായത് ഷുഹൈബിനെതിരെ അല്ല FIR ഇട്ടിരിക്കുന്നത്, MS സൊല്യൂഷൻസിനെതിരെ മാത്രമാണ്. അത് അടുത്ത ഘട്ടത്തിൽ കൂടുതൽ അന്വേഷിച്ച് ഈ ഷുഹൈബിന് പിറകിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം വിശദമായി അന്വേഷിച്ചതിന് ശേഷമായിരിക്കും ആരെയൊക്കെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമാകും. വളരെ പ്രധാനപ്പെട്ട ചില ദൃശ്യങ്ങൾ